സമൂഹമാധ്യമത്തിൽ പ്രധാനമന്ത്രി അവഹേളിച്ച സർക്കാർ ജീവനക്കാരനെതിരെ പരാതി നൽകി ബി.ജെ.പി. പത്തനംതിട്ട എസ്.പിക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. ഉദ്യോഗസ്ഥൻ ചട്ടലംഘനവും രാജ്യദ്രോഹ കുറ്റവും നടത്തിയെന്നാണ് പരാതിയിൽ ബി.ജെ.പി. പറയുന്നത്. പത്തനംതിട്ട ചെറുകോൽ FHSC ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അൻഷാദ് സലീം ആണ് പ്രധാനമന്ത്രി അവഹേളിച്ചുകൊണ്ട് വാട്സപ്പ് സ്റ്റാറ്റസ് പങ്കുവച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഗൂഗിൾ രമേശ് ചേർന്നത്. ഗൂഗിൾ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പരാതിയിൽ ബി.ജെ.പി. ചൂണ്ടിക്കാട്ടുന്നത്? വിഷ്ണു, അതായത് ഈ ഒരു ഇടതുപക്ഷ യൂണിയൻ പ്രവർത്തകനാണ്. അതായത് ഇടതുപക്ഷത്തിന്റെ സർവീസ് സംഘടനയുടെ പ്രവർത്തകനായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ നേതാവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ സർക്കാർ ജീവനക്കാരനാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ അവഹേളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള ചില വിദ്വേഷപരമായിട്ടുള്ള വീഡിയോകൾ പ്രചരിപ്പിച്ചത്. അതിനെതിരായിട്ട് എന്തായാലും ബി.ജെ.പിയുടെ പരാതി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. നിലവിൽ പത്തനംതിട്ട പോലീസ് മേധാവിക്കാണ്, ജില്ലാ പോലീസ് മേധാവിക്കാണ് ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി പരാതി നൽകിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ നടപടി സർവീസ് ചട്ടങ്ങൾക്കും പെരുമാറ്റങ്ങൾക്കുമൊക്കെ വിരുദ്ധമാണ് എന്നും അതോടൊപ്പം തന്നെ രാജ്യദ്രോഹപരമായിട്ടുള്ള ഇടപെടലുകളാണ് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇയാൾക്കെതിരായിട്ട് ഇപ്പോൾ പരാതി ഉണ്ടായിരിക്കുന്നത്. അൻഷാദ് സലീം എന്ന് പറയുന്ന FHSCയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ തസ്തികയിൽ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന രീതിയിൽ വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഇട്ടിരുന്നത്. ഇയാൾ NGO യൂണിയന്റെ ഏരിയ സെക്രട്ടറിയാണ്, റാന്നി ഏരിയ സെക്രട്ടറി എന്നുള്ള ചുമതല വഹിക്കുന്ന ഒരാൾ കൂടിയിട്ടാണ്. എന്തായാലും ഈ സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ടതായിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങളും മര്യാദകളും ഒക്കെ ലംഘിക്കുന്നതായിരുന്നു അയാളുടെ നടപടി. എന്തായാലും ഈ വാർത്ത ആദ്യം നൽകിയത് ജനഞ്ജീവിയാണ്. ജനഞ്ജീവിയുടെ വാർത്ത ഉദ്ധരിച്ചുകൊണ്ടാണ് എന്തായാലും ബി.ജെ.പി. ഇപ്പോൾ പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം NGO അടക്കമുള്ള സംഘടനകളും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥനെതിരായിട്ട് വകുപ്പുതല നടപടി ഉണ്ടാകണമെന്നുള്ള അടക്കമുള്ള ആവശ്യങ്ങളും ഇതിനോടനുബന്ധമായിട്ട് ഉയർന്നിട്ടുണ്ട്. എന്തായാലും ബി.ജെ.പിയുടെ പരാതിയിൽ പോലീസ് ഇതിന്റെ തുടർ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ഗൂഗിളാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.